ജീവിതം വളരെ ചെറുതാണ്. നിങ്ങളുടെ മനസ്സിന്റെ മുറിവുകൾക്കുള്ള മരുന്ന് സ്നേഹവും ക്ഷമയുമാണ്. ആ മരുന്ന് നൽകാൻ കഴിയുന്ന വൈദ്യൻ നിങ്ങൾ മാത്രമാണ്. നിരന്തര പരിശീലനമാണ് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം. ഓരോ പ്രവൃത്തിയും നാളെ എന്നൊന്നില്ലാത്ത പോലെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു. ഭയപ്പെടേണ്ടത് ശത്രുക്കളെയല്ല, സ്നേഹിക്കുന്നവരെയാണ്. കാരണം മറ്റാരേക്കാളും നമ്മെ തളർത്താനും തകർത്താനും അവർക്കേ കഴിയൂ. എല്ലായ്പ്പോഴും വ്യക്തതയുള്ളവരായിരിക്കുക, ലാളിത്യം സ്വീകരിക്കുക, സ്വാർത്ഥത കുറയ്ക്കുക, ആഗ്രഹങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക. നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. സ്നേഹിക്കാൻ നല്ലത് മിണ്ടാപ്രാണികളാണ്. ദേഹം മുറിവേൽപ്പിച്ചാലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഹൃദയം മുറിവേൽപ്പിക്കില്ല. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന സദസ്സിൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത്. കാരണം നിങ്ങൾ ഇരുന്ന കസേര ഒഴിയുന്ന സമയം മുതൽ അവരുടെ അടുത്ത ചർച്ച നിങ്ങളായിരിക്കും. ചിലർ നമ്മളോട് സ്നേഹം കാണിക്കുന്നത് അവരുടെ ചില ആഗ്രഹങ്ങൾ സാധിക്കാനായിരിക്കും. അത് കഴിയുമ്പോൾ അവർക്ക് നമ്മൾ ആരുമല്ലാതാകും. ബന്ധങ്ങളിൽ പിരിയുക എന്നത് വളരെയേറെ വേദനയുണ്ടാകുന്നു. എന്നാൽ നിങ്ങൾക്കൊരു പരിഗണനയും നൽകാതെ, ഒരു വിലയും നൽകാതെ ജീവിക്കുന്നവരുമായുള്ള ബന്ധം വേർപെടുത്തുക എന്നത് നിങ്ങളുടെ വിജയമാണ്. അതിലൊരിക്കലും ഒരു നഷ്ടമല്ല. നിങ്ങൾ എന്തുമാത്രം സന്തോഷവാനായിരിക്കുന്നു എന്നതല്ല, മറിച്ച് നിങ്ങൾ കാരണം മറ്റുള്ളവർ എത്രമാത്രം സന്തോഷവാന്മാരായി കഴിയുന്നു എന്നതാണ് ജീവിതത്തിന്റെ മൂല്യം. തന്റെ മുന്നിൽ മധുരമായി സംസാരിക്കുകയും അല്ലാത്തപ്പോൾ തനിക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കണം. നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കരുത്, തലച്ചോറ് കൊണ്ട് ചിന്തിക്കുക. ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നതാണ് മിക്കപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെടുന്നത്. ചുറ്റും നോക്കിയാൽ മുന്നോട്ടു പോകാനാവില്ല. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും. നേരെ മാത്രം നോക്കുക. ലക്ഷ്യം അവിടെയാണ്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും അവിടെ തന്നെയാണ്. മനുഷ്യൻ നന്നാവണം. പ്രവൃത്തിയിലും വാക്കിലും വിചാരത്തിലും ശുദ്ധി വേണം. നിസ്വാർത്ഥമായ സേവനത്തിന് എപ്പോഴും ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുന്ന സ്ത്രീ ഉറപ്പായും നിങ്ങളെ ബഹുമാനിക്കും. നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്ന് ആളുകൾ പറയുമ്പോൾ അതിനർത്ഥം അവരുടെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിർത്തി എന്നാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.